എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പം ഒരുപാട് പേര് അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അപ്പം എങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കിയാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കല്ല് പോലെ ആകുന്നു. അതുപോലെ തന്നെ അപ്പം നന്നായിട്ട് കുമിളകളൊന്നും വീണ് സോഫ്റ്റ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കി പരാജയപ്പെട്ടവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു അപ്പം നല്ല സോഫ്റ്റാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് 2-3 ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ചെയ്ത അപ്പത്തിൽ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് പേര് സജഷൻസും കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ അത് ഞാൻ ഈസ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ അപ്പം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനിവിടെ ഈസ്റ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ സോഡാപ്പൊടി വെച്ചിട്ടും 2 രീതിയിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തുള്ളത്. പച്ചരി 2 തരത്തിലുണ്ട്. ഇഡ്ഡലി അരിയുണ്ട്, ദോശ അരിയുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലിയുടെ അരിയാണ്. അപ്പോൾ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇഡ്ഡലി റൈസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് അപ്പം എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് കഴുകിയിട്ട് വേണം ഇത് കുതിർത്ത് വെക്കാനായിട്ട്. നമ്മൾ കുതിർത്ത് വെച്ചിട്ട് കഴുകുന്നതിനെക്കാട്ടിലും നല്ലത് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കുന്നതാണ്. ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും അപ്പം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അരി വെള്ളത്തിലിടുക. അതിനുശേഷം സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് അരച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ അരി ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറ് കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ വലിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിത് കപ്പിയൊന്നും കാച്ചാതെ തയ്യാറാക്കുന്ന ഒരു അപ്പമാണ്. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്, അതായത് നല്ല ജീരകം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ജീരകം ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടും ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിലെ ഒരു 3 ചെറിയ ഉള്ളിയുടെ ഒരു അളവിലുള്ള ഉള്ളിയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, സവാള ചേർക്കരുത്. അപ്പോൾ നമ്മൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ചേർക്കുമ്പോൾ ഇളം തേങ്ങയാണെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ അപ്പം കിട്ടും. അപ്പോൾ കരിക്ക് പരുവത്തിലുള്ള തേങ്ങ ചേർക്കുന്നതും വളരെ നല്ലതാണ് സോഫ്റ്റ് അപ്പം കിട്ടാനായിട്ട്. അപ്പം ഒരുപാട് ഉണങ്ങിയ തേങ്ങ ചേർക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചവ്വരിയാണ്. അപ്പോൾ ചവ്വരി എന്ന് പറയുന്നത് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ചവ്വരിയാണ്. നമ്മളിവിടെ 1/2 കപ്പ് ചവ്വരി കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അരി കുതിർക്കുമ്പോൾ തന്നെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ചവ്വരിയാണ് നമ്മളുടെ അപ്പത്തിന് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല, പകരം ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാവെള്ളം എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം. അപ്പോൾ വളരെ ഒന്നുകൂടി നല്ല ടേസ്റ്റിലുള്ള അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം.
ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് അരയ്ക്കാം. ഇത് ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയാകരുത്. ആ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവമെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഞാനിവിടെ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, കാരണം ബേക്കിംഗ് സോഡ വെച്ചിട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ അരയ്ക്കാം. അപ്പോൾ ഒരു നുള്ളി ഈസ്റ്റ് ഇട്ടിട്ട് നമുക്കിതിൻ്റെ കൂടെ അരച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈസ്റ്റ് ഞാൻ രാവിലെയാണ് ചേർക്കുന്നത്. അതായത് അപ്പം തയ്യാറാക്കുന്നതിന് 2 മണിക്കൂർ മുൻപാണ് ഞാൻ ഈസ്റ്റ് ചേർക്കുന്നത്. അപ്പോഴാണ് ആ ഒരു ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള അപ്പം ഒരേപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ ഈസ്റ്റ് തലേദിവസം തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ മാവ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. അപ്പോൾ ഈ മാവ് പൊങ്ങിയിട്ട് പിന്നെ അതങ്ങ് താന്നു പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ്സും കിട്ടില്ല. അതുപോലെ തന്നെ ആദ്യത്തെ 2-3 അപ്പം നന്നായിട്ട് വരും, അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് തടി പോലെ ആകും. അപ്പോൾ ഇനി നമ്മൾ ഈസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളതും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊങ്ങാനായിട്ട് വെക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 8 മണിക്കൂറെങ്കിലും ഇത് നല്ല ചൂടുള്ള സ്ഥലത്ത് മാറ്റി വെച്ച് പൊങ്ങാനായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ചൂടായത് കാരണം ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. അപ്പോൾ 8 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ തണുപ്പായത് കാരണം ഓവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നവർക്ക് ഡയറക്റ്റ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പഞ്ചസാരയോടൊപ്പം. അതുപോലെ തന്നെ നല്ല വലിയ തരികളുള്ള ഈസ്റ്റ് ആണെങ്കിൽ നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ ചെയ്യണം. അതായത് നമ്മളൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇവിടെ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഒരുപാട് ചൂടാകരുത്. നമ്മൾ കൈ ഇട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് ആ ഒരു പരുവാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ നമ്മൾ വലിയ തരികളുള്ളവർ ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറുതാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 മിനിറ്റ് ആയപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മിശ്രിതം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റില്ല ഒരുപാട് പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ ഈ മാവ് നല്ല പുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഈസ്റ്റ് കൂടി ചേർക്കുമ്പോഴാണ് ഇത് ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വന്ന് ആ ഒരു അപ്പത്തിൻ്റെ മണമൊക്കെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മൾ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മളിത് ഈസ്റ്റ് പൊങ്ങി വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഈ ഈസ്റ്റ് ശരിക്കും ആക്ടിവേറ്റ് ആവില്ല. ഉപ്പ് ഈസ്റ്റിൻ്റെ ആക്ടിവേഷനെ സപ്രസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് അവസാനം ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസ്റ്റ് പൊങ്ങി വരാൻ വേണ്ടുന്ന സമയം നിങ്ങൾ മാറ്റി വെച്ചാൽ മതിയാകും. ചില സ്ഥലങ്ങളിൽ ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് അപ്പമാക്കി എടുക്കാം. ഇനി ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പറഞ്ഞത് മാക്സിമം 2 മണിക്കൂർ. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാവ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് അപ്പമാക്കി ചുട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഉപ്പ് ഇടരുത്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും ഈ ഒരു അപ്പത്തിന്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇളക്കിയാൽ നമ്മുടെ അപ്പം വിചാരിക്കുന്ന പോലെ വരണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു അപ്പം നിങ്ങൾക്ക് വെള്ളയപ്പമായിട്ടോ പാലപ്പമായിട്ടോ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഒഴിച്ചിട്ട് അപ്പങ്ങളാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ പാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് അപ്പം ചുടുമ്പോൾ അതിൽ നിന്ന് ഇളകി വരണമെന്നില്ല. അപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് കുറച്ചൊന്ന് ടിഷ്യൂ പേപ്പറിലിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പം ഇളകി വരും. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ അപ്പം ഓരോ തവി വീതം കോരി ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ വെള്ളയപ്പം നമ്മൾ തയ്യാറാക്കുമ്പോൾ 2 രീതിയിൽ തയ്യാറാക്കാം. അതായത് തിരിച്ചിട്ടും അതുപോലെ തന്നെ തിരിച്ചിടാതെയും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വന്നിട്ടുള്ള കമൻസാണ്. അപ്പം ഈ ഒരു അപ്പം ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു അപ്പം ഞാൻ തിരിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്പം ട്രൈ ചെയ്തപ്പോൾ തിരിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 രീതിയിലും ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിടാതെയും തിരിച്ചിട്ടുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബേക്കിംഗ് സോഡ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാവാണ്. ഇനി ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ വേണ്ട ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. ഞാനിവിടെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു നുള്ള് മതിയാകും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണിൻ്റെ ഇതൊരു 1 ml ഒരു സ്പൂണാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു നുള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 1.5 കപ്പ് അരിക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മതിയാകും. അപ്പോൾ ചിലർ ഈസ്റ്റ് യൂസ് ചെയ്യില്ല, ഈസ്റ്റ് അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഏതപ്പമായാലും നല്ലൊരു രുചിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പമാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈസ്റ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഇല്ലാത്ത സോഫ്റ്റ് അപ്പം എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് ഈ മാവ് കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതുപോലെ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അടച്ചു വെച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരപ്പം ഞാൻ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ അപ്പമാണ്. കാരണം അത് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലേക്കൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം ആണ് ഈ ഒരു പാകം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബേക്കിംഗ് സോഡ വെച്ചിട്ട് ചെയ്ത അപ്പമാണ്. ഈ ഒരു അപ്പവും നല്ല സോഫ്റ്റ് തന്നെയാണ്. എങ്കിൽ കൂടി ഈസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ സോഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കപ്പി കാച്ചി ഇട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്പം കടലക്കറിയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഈ ഒരു അപ്പത്തിൽ നമ്മൾ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതായത് വെളുത്തുള്ളി മാത്രമായിട്ടും ചെറിയ ഉള്ളി മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് കമൻസിലൂടെ വന്ന സജഷൻസാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അപ്പം ചെയ്ത് നോക്കിയിട്ടുള്ളത്. എനിക്കെന്തായാലും സാധാരണ നമ്മൾ ജീരകവും ഉള്ളിയൊന്നും ചേർക്കാത്ത അപ്പത്തിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളാരും വീഡിയോസിൽ ലൈക്ക് തരാറില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കടലക്കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ്സിലൂടെ അറിയിക്കുക.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്